ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. മഹാഗായകൻ ഗുലാം അലി കേരളത്തിലെത്തി. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും അദ്ദേഹത്തിൻ്റെ ഗസൽ വർഷത്തിൽ പതിനായിരങ്ങൾ ആനന്ദിച്ചു. മഹത്തായ കല രാഷ്ട്രീയ വർണ്ണ ജാതിമത അതിരുകൾക്കപ്പുറത്താണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. അതിനാൽ തന്നെ ഈ ഗായകൻ്റെ സന്ദർശനത്തിൻ്റെ രാഷ്ട്രീയം മനുഷ്യനന്മയുടെ രാഷ്ട്രീയമായി. ആ രാഷ്ട്രീയത്തിനൊപ്പമാണ് കേരള ജനതയെന്നും ഒരിക്കൽ കൂടി തെളിഞ്ഞു. हमको अब तक आशिकी का वो ज़माना याद है. लेकिन 55 साल की एज जो है म्यूजिक की, मेरी म्यूजिक लाइफ जो है दिल की चोटों ने कभी चैन से रहने न दिया. जब चली सर्द हवा मैंने तुझे याद किया. आप लोग इतना प्यार करते हैं, बहुत बहुत शुक्रिया. हमको किसके गम ने मारा, हमको किसके गम ने मारा, ये कहानी फिर सही. हमको किसके गम ने मारा, ये कहानी फिर सही. हमको किसके गम ने मारा, हमको किसके. ഈ സംഗീതം കേൾക്കുമ്പോൾ ഇവരൊക്കെ എവിടെയാണ് ജനിച്ചതെന്നോ അല്ലെങ്കിൽ ഇവർക്ക് എന്ത് രാഷ്ട്രീയ സംസ്കാരമുണ്ടെന്ന് കരുതിയോ അല്ല ഇവരുടെ സംഗീതം നമ്മളൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. അത് സംഗീതം മാത്രമായിരുന്നു. ഒരു സംഗീതജ്ഞനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ധർമ്മം സംഗീതമാണ്, കർമ്മവും സംഗീതമാണ്, എല്ലാം സംഗീതമാണ്. മതവും സംഗീതമാണ്, നിരീക്ഷണവും സംഗീതമാണ്. സ്വയം സംഗീതം തന്നെ ആയി മാറുകയാണ് ഒരു സംഗീതജ്ഞൻ ചെയ്യേണ്ടത് എന്ന് ഇവരുടെയൊക്കെ സംഗീതത്തിലൂടെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ത്യയുടെ ചിരപുരാതനമായ സാംസ്കാരിക സൂക്തം വസുധൈവ കുടുംബകം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു തുടങ്ങി ലോകത്തെ മനുഷ്യൻ്റെ പൊതു പാർപ്പിടമായി സങ്കല്പിക്കുന്ന സമീപനങ്ങളാണ്. പക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി അസഹിഷ്ണുത നമ്മുടെ സമൂഹത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒക്കെ നമ്മെ വിഭജിക്കുന്ന പ്രവണത പ്രാബല്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പശ്ചാത്തലത്തിലാണ് ഗുലാം അലിയെ ബോംബെയിൽ പാടാൻ അനുവദിക്കാത്ത രാഷ്ട്രീയ ശക്തികൾക്കെതിരായി, അവരുടെ സംസ്കാര വിരുദ്ധമായ നിലപാടിനെതിരായി പ്രവൃത്തി കൊണ്ട് നമുക്ക് പ്രതിരോധം തീർക്കേണ്ടതുണ്ട് എന്ന സമീപനം ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നത്. നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനുവദിച്ച വിസ, അതോടൊപ്പം തന്നെ NOC, ബാക്കി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ വരുന്നു. അദ്ദേഹം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഗീതജ്ഞനാണ്. അതോടൊപ്പം തന്നെ ലോകത്തെ കോടിക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഗീതം ആസ്വദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ വരാനും ഇവിടെ പാടാനും അദ്ദേഹത്തിൻ്റെ ആസ്വാദകർക്ക് മുൻപാകെ അവർക്ക് അനുഭവവേദ്യമായ രീതിയിൽ എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. दुपट्टे से तेरा वो मुँह छुपाना याद है, हमको अब तक आशिकी का वो ज़माना याद है. चुपके चुपके रात दिन आंसू बहाना याद है.
രാജ്യാതിർത്തികൾ പറഞ്ഞ് കലയെ എതിർക്കുന്നത് വെറുപ്പിൻ്റെ രാഷ്ട്രീയക്കാരാണ്. അത്തരത്തിലുള്ള വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് കൂടിയായിരുന്നു തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും സംഗീതരാവുകൾ. രാജ്യാതിർത്തികൾ കലയുടെ അതിർത്തികളല്ലെന്ന വിശ്വാസം അങ്ങനെ നമ്മൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ചെടുത്തു. ഗുലാം അലി ഇന്ത്യയിലെ സംഗീതപ്രേമികളെ മാത്രമല്ല, ലോകത്ത് സംഗീതം ഇഷ്ടപ്പെടുന്നവരെല്ലാം ആഹ്ലാദിപ്പിക്കുന്ന മഹാഗായകനാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹം ബോംബെയിൽ പാടാൻ വേണ്ടി വന്ന സന്ദർഭത്തിലാണ് സങ്കുചിതമായ നിലപാടെടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ അദ്ദേഹം ബോംബെയിൽ പാടുന്നതിനെ എതിർക്കും എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പരിപാടി നടത്താൻ അനുവദിക്കുകയില്ല എന്ന ഒരു സമീപനം തന്നെ കൈക്കൊണ്ടു. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് പരിക്കേൽപ്പിച്ച ഒരു നിലപാടാണ്. ശിവസേനയും BJPയും രണ്ട് പാർട്ടികളാണ്. ഓരോ പാർട്ടികൾക്കും അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരുടേതായ വിയോജിപ്പുകളും യോജിപ്പുകളും പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ട്, അവകാശമുണ്ട്. സ്വാഭാവികമായും ശിവസേനയുടെ നേതാവ് കൂടി മന്ത്രിയായിട്ടുള്ള ക്യാബിനറ്റാണ് ഇന്ത്യൻ ക്യാബിനറ്റ്. ആ ക്യാബിനറ്റ് അടങ്ങുന്ന ആ ക്യാബിനറ്റ് നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ആ ഗവൺമെൻറ് അനുവദിച്ച വിസ ഉപയോഗിച്ചുകൊണ്ടാണ് ഗുലാം അലി ഈ രാജ്യത്ത് യാത്ര ചെയ്യുന്നതുകൊണ്ട് ആ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്നത് BJP ആണ്. ഗുലാം അലിയുടെ സന്ദർശനത്തെ ഗവൺമെൻറ് എതിർത്തിട്ടില്ല. മതേതര പ്രതിരോധത്തിൻ്റെ അതിശക്തമായിട്ടുള്ള കേരളത്തിൻ്റെ നിലപാട് കൂടി വിളിച്ചറിയിക്കുകയാണ് ഗുലാം അലിയുടെ വരവോടുകൂടി. സംഗീതം മാത്രമല്ല, പ്രതിരോധവും കൂടി ചേർന്നതാണ് ഈ സദസ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുതന്നെയാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കേരളത്തിൻ്റെ ഒരു ധൈഷണികതയെ വാർത്തെടുത്തിട്ടുള്ളത് ഇത്തരത്തിലുള്ളൊരു സാർവദേശീയതയും ഈ ജാതി മതത്തിനപ്പുറം ഇടയ്ക്ക് ചിന്തിക്കുന്ന, ജാതി മതം ഇടയ്ക്ക് കയറി വരുമെങ്കിലും പക്ഷേ അതിന് മുകളിൽ നിൽക്കുന്ന ഒരാലോചന ഉണ്ട് പിന്നെ മലയാളിക്ക്, റാഡിക്കലായിട്ടുള്ള ആ റാഡിക്കലിസം, ആ പ്രോഗ്രസീവ്നെസ് ഉണർന്നിട്ടുള്ള ചില സമയങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു സമയമാണ് ഗുലാം അലിയെ കേരളത്തിൽ കൊണ്ടുവരണമെന്നുള്ള ആലോചന തന്നെ ഉണ്ടായത്. അദ്ദേഹം ഒരു പാകിസ്ഥാനിയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോഗ്രാഫിക്കൽ ബോർഡേഴ്സ് ഉണ്ടെന്നോ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഏതെങ്കിലും കാഴ്ചപ്പാടുകളുണ്ടെന്നോ ഒന്നും ഒരിക്കലും ഒരു കാരണവശാലും സംഗീതത്തിൻ്റെ ഇടയിൽ നമ്മളൊന്നും ആലോചിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. സാമൂഹികമായ ഒരു വലിയൊരു പ്രസക്തി ഇതിനുണ്ടെന്ന് ഞാൻ അറിയുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ അപ്പുറമായിട്ട് ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ ഇത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിൻഭിത്തിയിലാരു തൂക്കിയതാണി കലണ്ടർ, കലണ്ടറിൽ നിത്യജീവിതത്തിന്റെ ദുഷ്കര പദപ്രശ്നം, പലിശ, പറ്റുപടി, വൈദ്യനും വാടകയും പകുത്തെടുത്ത പല കള്ളികൾ, ഋണധനഗണിതത്തിന്റെ രസഹീനമാം ദുർനാടകം. ഗണിതമല്ലോ താളം, താളമാകുന്നു കാലം, കാലമോ സംഗീതമായി പാടുന്നു ഗുലാം അലി. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കയർ മേഖല. ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന ഈ മേഖല ഇന്ന് കടുത്ത പ്രതിസന്ധിയിലാണ്. കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നം വാങ്ങാനാളില്ലാതെ കെട്ടിക്കിടക്കുമ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് തൊഴിലാളി കുടുംബങ്ങളെയാണ്. കയർ രംഗത്തെ പ്രതിസന്ധിയെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായെങ്കിലും
പ്രശ്നപരിഹാരത്തിനായുള്ള ശാസ്ത്രീയമായ സമീപനം നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിൻ്റെ സ്വന്തം പരമ്പരാഗത വ്യവസായമാണ് കയർ. സംസ്ഥാനത്തിൻ്റെ തൊഴിൽ മേഖലയ്ക്ക് എക്കാലത്തും മുതൽക്കൂട്ടായിരുന്നു കയർ മേഖല. ചെറുതും വലുതുമായ രീതിയിൽ വ്യത്യസ്ത തലത്തിൽ വളർന്ന് പന്തലിച്ച പരമ്പരാഗത വ്യവസായമാണ് ഇത്. സർക്കാരിന് കീഴിൽ പ്രത്യേക വകുപ്പുള്ള ഈ രംഗം ഇന്ന് പലതരത്തിലെ പ്രശ്നങ്ങളെയാണ് നേരിടുന്നത്. ഇന്നത്തെ നിലയിലാണ് കാര്യങ്ങൾ ഒരു 2 വർഷം കൂടി പോകുന്നതെങ്കിൽ ഈ വ്യവസായം കേരളത്തിലുണ്ടാവില്ല. ഇപ്പോൾ ചകിരി ഉൽപ്പാദനം കേരളത്തിലില്ല, മുഴുവൻ തമിഴ്നാട്ടിലാണ്. കയറും അങ്ങോട്ട് നീങ്ങിയാണ്. അവിടെ ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീനുകളും മില്ലുകളും വന്നിരിക്കുകയാണ്. നെയ്ത്ത് വ്യവസായം ഇപ്പോൾ ടഫ്റ്റഡ് ഉൽപ്പന്നങ്ങളായതോടുകൂടി തമിഴ്നാട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെ ആരും യന്ത്രവൽക്കരണത്തെ എതിർക്കുന്നില്ല 2 ദശാബ്ദമായിട്ട്. എന്നാൽ ഫലപ്രദമായ രീതിയിൽ യന്ത്രവൽക്കരണം കൊണ്ടുവരുന്നതിൽ നമ്മുടെ സർക്കാരുകൾ പരാജയപ്പെട്ടു. കയർ ഫെഡ്, ഫോം മാറ്റിങ്സ്, കയർ ക്ഷേമനിധി ബോർഡ്, കയർ കോർപ്പറേഷൻ, കയർ മെഷീൻ നിർമ്മാണ കമ്പനി, ഇങ്ങനെ സംസ്ഥാന സർക്കാരിന് കീഴിൽ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. കൂടാതെ കേന്ദ്ര സർക്കാരിന് കീഴിൽ കയർ ബോർഡ് വേറെയും. എന്ന് പറഞ്ഞാൽ ഒരു പരമ്പരാഗത വ്യവസായത്തെ ഉദ്ധരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംരംഭങ്ങൾ നിരവധി. എന്നിട്ടും എന്തേ ഈ രംഗം കടുത്ത പ്രതിസന്ധിയെ നേരിടുന്നു? ഗവൺമെൻറ് ഒരുപാട് പ്രഖ്യാപനം നടത്തുന്നുണ്ട്, ബഡ്ജറ്റിൽ പണം കുറച്ച് കാണിച്ചിട്ടുണ്ട്, കുറേ സമ്മേളനങ്ങളും പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാന പ്രശ്നം ആവശ്യത്തിന് തൊണ്ട് ശേഖരിച്ച് ചകിരിയാക്കി അത് നാരാക്കി കയറ് പിരിക്കുക എന്നുള്ളതാണ്. ഇതിന് യാതൊരു പ്രാധാന്യവും ഗവൺമെൻറ് കൊടുക്കുന്നില്ല. ഈ അന്തരാള ഘട്ടത്തിൽ ഇന്നുള്ള റാട്ട് വെച്ച് പിരിക്കുന്ന തൊഴിലാളി പിരിക്കുന്നത് സർക്കാർ വാങ്ങി സംഭരിക്കണം. എന്നിട്ട് തമിഴ്നാട്ടിലെ യന്ത്രക്കാരനൊക്കെ വില കുറച്ച് വിൽക്കണം. നഷ്ടം വരുന്നത് സർക്കാർ സഹിക്കണം. കയറുൽപ്പന്നങ്ങൾ വിദേശ വിപണി കീഴടക്കുകയാണെന്നാണ് പ്രചാരണം. എന്നാൽ തൊഴിലാളികൾ പട്ടിണിയിലാണ്. കയർ ഫെഡ് കയർ സംഭരണം നിർത്തിയതിനാൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഉൽപ്പാദിപ്പിച്ച കയറ് കെട്ടിക്കിടക്കുകയാണ്. ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ മിക്ക സംഘങ്ങളുടെയും പ്രവർത്തനം നിലച്ചിരിക്കുന്നു. പിരിച്ച കയറിന്റെ പണം കുടിശ്ശികയായതും ചെറുകിട സഹകരണ സംഘങ്ങളെ പ്രതിസന്ധിയിലാക്കി. കയർ സഹകരണ സംഘങ്ങളിൽ ക്വിന്റൽ കണക്കിന് പിരിച്ച കയറുകൾ കെട്ടിക്കിടക്കുകയാണ്. ഈ പിരിസംഘങ്ങൾ പിരിച്ച് ഉണ്ടാക്കുന്ന കയറ് മൊത്തം ഏറ്റെടുക്കാനാണ് കയർ ഫെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. കയർ ഫെഡ് പിരി സംഘങ്ങളുടെ അപ്പെക്സ് ബോഡിയാണ്. പക്ഷേ കയർ ഫെഡ് 1 കിലോ കയർ പോലും എടുക്കുന്നില്ല. ന്യായവിലയ്ക്ക് ചകിരി സപ്ലൈ ചെയ്യുന്നില്ല. ഇവരെടുത്ത കയറ് തന്നെ വിൽക്കാതെ അവിടെ ഗോഡൗണുകൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ആ രംഗം പൂർണ്ണമായും നിശ്ചലമായതാണ് കയർ രംഗത്തെ ഭീമമായിട്ടുള്ള ഈ പ്രതിസന്ധിക്ക് ഇപ്പോഴത്തെ കാരണം. എൻ്റെ പുറകിരിക്കുന്നത് നമ്മുടെ തൊഴിലാളികളുടെ, പാവപ്പെട്ട തൊഴിലാളികളുടെ അധ്വാനമാണ് ഇരിക്കുന്നത്. ഈ കയറ് ആലപ്പുഴ കയർ ഫെഡ് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഈ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാനൊക്കത്തുള്ളൂ. അത്രത്തോളം വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു മേഖലയായ കയർ തൊഴിലാളികളുടെ വേതനം പോലും കഴിഞ്ഞ 2 മാസമായിട്ട് അവരുടെ തൊഴിലിന്റെ വേതനം പോലും കൊടുക്കാതെ ഈ കയറ് ഈ ടെറസിന്റെ മേളിൽ അത് നശിക്കാതെ ശേഖരിച്ചു വച്ചിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥ കേരളത്തിലെ ഭരണാധികാരികൾ കണ്ണു തുറന്ന് കാണേണ്ട അവസ്ഥയാണ്. തെങ്ങിന്റെ സ്വന്തം നാട്ടിൽ കയർ ഉൽപ്പാദിപ്പിക്കാനുള്ള ചകിരി കിട്ടാനില്ല. പൊതുമേഖലയിലെ ഫാക്ടറികളെല്ലാം ഇന്ന് വീണ്ടും ഈ സർക്കാരിൻ്റെ കീഴിൽ നഷ്ടത്തിലേക്ക് വന്നിരിക്കുക. നമ്മുടെ ഈ സ്ഥാപനങ്ങളും ഗതി അങ്ങോട്ട് തന്നെയാണ്. അതിനാകെ പുനരുദ്ധരിക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞ സർക്കാർ കാണിച്ചതാണ്. രണ്ടാമത്തേത് കയർ ഫെഡ്, കയർ കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളാണ്. അവരുടെ നേരിട്ട ഉൽപ്പാദനത്തേക്കാൾ പ്രധാനപ്പെട്ടത് അവർ ചെറുകിട ഉൽപ്പാദകരിൽ നിന്ന് കയർ കോർപ്പറേഷനും അതുപോലെ സംഘങ്ങളിൽ നിന്ന് കയർ ഫെഡും കയറും കയറുൽപ്പന്നങ്ങളും സംഭരിക്കുക എന്നുള്ളതാണ്. കയർ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ചില പരിഹാര മാർഗങ്ങൾ കയർ തൊഴിലാളികൾ അടക്കം നിർദ്ദേശിച്ചത്, സംഘടനകൾ നിർദ്ദേശിച്ചത് മന്ത്രിയുടെയും കയർ വകുപ്പിൻ്റെ മുമ്പാകെയുണ്ട്. കയർ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അതിന്മേലുള്ള നടപടികൾ വൈകിക്കുന്നതിനുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. തൊണ്ട് സംഭരണം ഒരു വലിയ പദ്ധതി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ വിജയകരമായി നടപ്പിലാക്കണം.
തൊണ്ട് ഇൻസെൻറ്റീവ് കൊടുത്തുകൊണ്ട് തന്നെ തൊണ്ട് സംഭരിക്കുക, ആ തൊണ്ട് കൊണ്ടുവന്ന് അത് ചകിരിയാക്കി മാറ്റുക, അത് വിരിക്കാനുള്ള യന്ത്രങ്ങൾ കൊടുക്കുക. ഇതെല്ലാം ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അത് കുറേ ആളുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കയർ മേഖലയിലെ പ്രധാന തൊഴിൽദാതാവായ കയർഫെഡിൽ ശമ്പള പരിഷ്കരണത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് 2 വർഷമായി. അതിനാൽ കയർഫെഡ് ജീവനക്കാർ സമരത്തിലാണ്. ഫോം മാറ്റിങ്സിലെയും കയർ കോർപ്പറേഷനിലെയും തൊഴിലാളികളും സമരത്തിൻ്റെ പാതയിലാണ്. ശമ്പള പരിഷ്കരണ കരാർ ആവശ്യപ്പെട്ട് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള കയർഫെഡ് ജീവനക്കാർ അനിശ്ചിതകാല സമരത്തിലാണ്. ശമ്പള പരിഷ്കരണ കാലാവധി കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടിട്ടും കരാർ ഇനിയും നടപ്പാക്കാത്തതാണ് സമരത്തിന് കാരണം. മാനേജ്മെൻറ്റ് 30/9/2014 ഇത് നടപ്പിലാക്കാമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നു. എന്നാൽ അത് നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല, അത് വീണ്ടും നീണ്ടുപോയി. 21/11/2014 കൂടിയ ചർച്ചയിൽ മാനേജ്മെൻറ്റ് ശമ്പള പരിഷ്കരണം തത്വത്തിൽ അംഗീകരിച്ചു. ശമ്പള പരിഷ്കരണം തത്വത്തിൽ അംഗീകരിച്ച് അത് നടപ്പിലാക്കുന്നതിന് സർക്കാരിൻ്റെ അംഗീകാരത്തിനായി കൊടുത്തിട്ട് നാളിതുവരെയും നടന്നിട്ടില്ല. കാലത്തിനനുസരിച്ച് ഉൽപ്പാദന രീതികൾ നവീകരിക്കപ്പെടാത്തത് പ്രതിസന്ധിയുടെ രൂക്ഷത കൂട്ടുന്നു. കയർ മേഖലയ്ക്ക് വേണ്ട യന്ത്രങ്ങൾ നിർമ്മിക്കാൻ സർക്കാർ തന്നെ കമ്പനി തുടങ്ങിയിട്ടും കയർ മേഖലയ്ക്ക് അത് വേണ്ടത്ര ഗുണം ചെയ്തതായി അറിവില്ല. ഞങ്ങളിപ്പോൾ 100ഓളം തൊണ്ടുവലി യന്ത്രങ്ങൾ നിർമ്മിച്ച് കൊടുത്തു കഴിഞ്ഞു. റാട്ടുകളായ കണക്കിന് നിർമ്മിച്ച് കൊടുത്തു. സഹകരണ സംഘങ്ങൾക്കാണ് കൊടുക്കുന്നത്. അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. പറയുന്ന പ്രതിസന്ധികളൊന്നുമില്ല. മെക്കനൈസേഷൻ ആവശ്യമായൊരു ഘട്ടം വന്നപ്പോൾ അത് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പഴയതുപോലെ ഈ തൊണ്ട് തല്ലാനുള്ള അല്ലെങ്കിൽ പരമ്പരാഗത തൊണ്ട് തല്ലാനോ അല്ലെങ്കിൽ ആ ഒരു മോശം ജീവിത സാഹചര്യങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതിന് ആളുകളെ കിട്ടില്ല. ഉൽപാദന മേഖലയുടെ നവീകരണത്തെക്കുറിച്ച് വിവിധ ഏജൻസികൾ നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആധുനികവൽക്കരണത്തിലൂടെ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇക്കാര്യം ഒരു പരിധിവരെയെങ്കിലും നടപ്പാക്കിയിട്ടുള്ളത് വൻകിട സ്വകാര്യ കമ്പനികളിൽ മാത്രമാണ്. വികേന്ദ്രീകൃതമായി ഉൽപാദന മേഖലയിൽ നവീകരണം എവിടെയും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കമ്പോളത്തിലെ മത്സര സാധ്യതകൾ ഇവർക്ക് അന്യമായി തുടരുകയും ചെയ്യുന്നു. കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ ഇനി വിറകടുപ്പുകൾ ഉണ്ടാവില്ല. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ പഞ്ചായത്ത് ആദ്യ പുകരഹിത പഞ്ചായത്തായി മാറിയിരിക്കുന്നു. ഈ പുകയില്ലാ പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളാണ് ഇനി. കാഞ്ചിയാർ പഞ്ചായത്തിലെ അടുപ്പുകളിൽ നിന്ന് ഇനി പുക ഉയരില്ല. പുകരഹിത പഞ്ചായത്ത് എന്ന പേരിലാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് വാർത്തയിൽ ഇടം നേടുന്നത്. ഈ വീടുകളിലെല്ലാം ഗ്യാസാണ് പാചകത്തിനായി ഉപയോഗിക്കുന്നത്. മുൻപ് വനത്തിൽ നിന്ന് വിറക് ശേഖരിച്ചാണ് ഇവിടെയുള്ള കുടുംബങ്ങൾ പാചകം ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത് LPGയിലേക്ക് മാറി. 5640 വീടുകളാണ് ഇപ്പോൾ ഈ പഞ്ചായത്തിലുള്ളത്. വിറക് പെറുക്കാൻ ഞങ്ങളങ്ങ് കാട്ടിൽ പോകുമായിരുന്നു. കാട്ടിൽ ചെന്ന് വിറക് പെറുക്കിക്കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയായിരുന്നു അടുപ്പത്തി കത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം വിറകിന് പോകുന്ന കാട്ടിൽ പോകാൻ പറ്റുന്നില്ല. കാട്ടിൽ പോകുന്നുമില്ല. വിറകിന് ഗ്യാസ് ഉള്ളതുകൊണ്ട് ഗ്യാസ് കത്തിക്കുന്നു. അന്നേരം എളുപ്പമുണ്ട്. ഞങ്ങൾ പണിക്കൊക്കെ പോകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഗ്യാസിലാകുമ്പോൾ പെട്ടെന്ന് കഞ്ഞിയും കറിയൊക്കെ വേകുന്നുണ്ട്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ആദിവാസി പിന്നോക്ക ജനവിഭാഗങ്ങളെല്ലാം അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. അത്തരമൊരു പഞ്ചായത്തിൽ എല്ലാ വീടുകളിലും പാചകവാതക കണക്ഷൻ എത്തിക്കുന്നതിനും പാചകവാതകത്തിൻ്റെ ഉപയോഗം നടപ്പാക്കുന്നതിനും കഴിഞ്ഞു എന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യജനകമായ കാര്യമാണ്. ഗ്യാസ് ഉള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിനും പണി ചെയ്യാനും വീട്ടിലെ കാര്യത്തിനൊക്കെ ഒരു എളുപ്പമുണ്ട്. വിറകിന് പോകാൻ ബുദ്ധിമുട്ടാണ്. വിറകില്ല. പിന്നെ വീട്ടിലെ കാര്യത്തിന് രാവിലെ പണിക്ക് പോകുമ്പോൾ വീട്ടിലെ കാര്യത്തിന് ഗ്യാസ് ഉള്ളതുകൊണ്ട് ഒത്തിരി ഉപകാരമുണ്ട്. ഗ്യാസ് വന്നതുകൊണ്ട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് എളുപ്പമുണ്ട് എല്ലാം കാലമാക്കാൻ. രാവിലെ എഴുന്നേറ്റാലും ഇച്ചിരി കടുങ്കാപ്പിയൊക്കെ വെക്കാനും കറണ്ട് ഇല്ലെങ്കിലും അതുകൊണ്ട് ഉപകാരമുണ്ട്. ജില്ലയിലെ ഏറെ പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് കാഞ്ചിയാർ. ആദിവാസികൾ ഏറെയുള്ള ഈ പഞ്ചായത്ത് മുൻപ് വാർത്തകളിൽ ഇടം നേടിയിരുന്നത് ക്യാൻസർ രോഗികളുടെ എണ്ണത്തിന്റെ കാര്യത്തിലായിരുന്നു. ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ക്യാൻസർ രോഗികളുള്ള പഞ്ചായത്താണ് കാഞ്ചിയാർ. കൂടുതലും ശ്വാസകോശ സംബന്ധമായ ക്യാൻസർ രോഗികൾ. ഈ വിവരം കൂടി മനസ്സിലാക്കുമ്പോഴാണ് പുകരഹിത പഞ്ചായത്തായ കാഞ്ചിയാറിന്റെ നേട്ടം പൂർണ്ണമാകും. We have embarked on this program to save our womanhood from the black roofs and the black lungs. As you all know, the smoke emanated from the kitchens affect the lungs. They have respiratory problems and leading to cancer also. The solid fuels
used in the kitchens are the main reason for this. ഇന്ത്യയിൽ 40 ലക്ഷം പേരാണ് ഓരോ വർഷവും പുക മൂലം രോഗബാധിതരാകുന്നത്. ഇവരിൽ 10 ലക്ഷം സ്ത്രീകൾ മരിക്കുന്നു എന്നാണ് വിവിധ ഏജൻസികൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത്. വിറകും കൽക്കരിയും ഉപയോഗിച്ചുള്ള പാചകം പലരെയും മാറാരോഗികളാക്കുന്നു. അശാസ്ത്രീയമായ വിറകടുപ്പുകളിൽ നിന്നുള്ള പുക മൂലം അമ്മമാർ നിത്യരോഗികളാവുകയും അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു. സർവേയിൽ കണ്ടുപിടിച്ചത് മാക്സിമം പൊല്യൂട്ടൻസ് വേറെ പുറത്തില്ല, അതിനോട് ഈക്വലി എമൗണ്ട് ഓഫ് പൊല്യൂട്ടൻസ് വീട്ടിൻ്റെ അകത്തുമുണ്ട്. വീട്ടിനകത്ത് ഈ വിറക് കത്തിക്കുമ്പോഴത്തേക്ക് എസ്പെഷ്യലി ചെറിയ വീടുകളിൽ ആ പുക വന്നിട്ട് ഇൻഹേൽ ചെയ്യുമ്പോഴത്തേക്ക് ദർ ഇസ് എ ലോട്ട് ഓഫ് ഇൻഫെക്ഷൻ, ലങ് ഡിസീസസ് വരുന്നുണ്ട്, ബ്രെത്ത്ലെസ്നെസ് വരുന്നുണ്ട്. ഇതിൽ നിന്നൊരു മോചനം എന്ന ലക്ഷ്യം മുൻപിൽ വെച്ചാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും പഞ്ചായത്തും ചേർന്ന് പുകരഹിത ഗ്രാമത്തിനായി ശ്രമം തുടങ്ങിയത്. കൂടുതലും ഈ BPL ആൾക്കാരാണ് ഗ്യാസ് പുക അടുപ്പുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അവർക്ക് സെക്യൂരിറ്റി ഇല്ലാതെ നമ്മൾ ഗ്യാസ് കണക്ഷൻ കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ട് ആലോചിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും അവർക്ക് ഡെപ്പോസിറ്റ് ഇല്ലാതെ ഗ്യാസ് കണക്ഷൻ കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ജില്ലയിലെ പല പഞ്ചായത്തുകളും കാഞ്ചിയാറിന്റെ മാതൃക പിന്തുടരാൻ കോർപ്പറേഷനെ സമീപിച്ചിരിക്കുകയാണ്. ഈ ലക്കം ബിയോണ്ട് ദി ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ 1-ൽ. നന്ദി, നമസ്കാരം.